വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ ഗുരുവേ 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 ഗുരുവേ. രോഹിണി അരുളിയാലും സ്വാമി ഉരുളിയാലുന്നു അറിഞ്ഞാലും സ്വാമി. ഇന്ന് വൈകിട്ട് രോഹിണി പൂജയുണ്ട് സ്വാമി. അപ്പോൾ ഈ അശ്വതി പൂജ നാളെ. വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ ഗുരുവേ 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 ഗുരുവേ. Very fast, sister. It is fast. It is wow. It is fast. It is princess. No, the bat of the last in heaven. Wow. What is the base of the Kivasin bat? And very fast, she is mountain twenty. One time, go to where? Correct. വന്ദനം വന്ദനമേ ഗുരുവേ ഗുരുവേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ 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 ഗുരുവേ 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 ഗുരുവേ. സ്വാമി ദർശനത്തിന് ആളുകൾ എത്തിയിട്ടുണ്ട്. ദർശനത്തിന് ആട് വന്നിട്ടുണ്ടോ? ഉണ്ട്. എന്നെല്ലാവരും ഒരു ഭജനക്കാരെല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോ? ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോടേ. വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ ഗുരുവേ ഗുരുവേ. അഭയം സ്വാമി, അഭയം സ്വാമി. ഇരുന്നു കൊള്ളൂ സ്വാമി, ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ സ്വാമിയെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടു? സ്വപ്നമൊക്കെ അവിടെ നിൽക്കട്ടെ. ഭോജിച്ചോ വല്ലതും? അയ്യോ, ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിച്ചിട്ടില്ല. ഈ അന്തരീക്ഷത്തിൽ നിന്നും 2 ഇഡലി എടുത്തു തരട്ടെ. അങ്ങയുടെ താല്പര്യം പോലെ. കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊള്ളൂ. കുമാരാ, ആ ഇഡലിയും എടുത്ത്. ഇത് ഒരു ഇഡലിയല്ലേ ഉള്ളൂ. ഞാൻ 2 ഇഡലി കൊടുക്കാന്ന് പറഞ്ഞു പോയി. രാവിലെ പോലെ ഇതിന്റെ പുറകെ ഞാൻ പട്ടിണിക്ക് ഇരിക്കുമായിരുന്നു. ആണോ? ഒരെണ്ണം ഞാൻ എടുത്തൊക്കെ തിന്നോ? പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും പറയാം. കണ്ണു തുറന്നുകൊള്ളൂ. ഹായ്, ഇഡ്ഡലി. ഇഡലി എന്നാ സ്വാമി ഇത്? 2 ഇഡ്ഡലി തരാന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഇഡ്ഡലി അല്ലേ ഉള്ളൂ. മറ്റേ ഇഡ്ഡലി എവിടെ പോയി? മറ്റേ ഇഡലി അന്തരീക്ഷത്തിൽ കിടന്ന് വേവുകയാണ്. വെന്ത് കഴിയുമ്പോൾ എടുത്തു തരാം. കറിയാസ്വാമി? കറിയാസ്വാമി ലീവാണ്. അതല്ല, എന്തെങ്കിലും ഒഴിച്ച് കഴിക്കാനുള്ള കറി താ ഓ, സ്വാമി. കറി. കണ്ണടച്ച് പ്രാർത്ഥിച്ചുള്ളൂ. കുമാരാ, കറി കൊടുക്കാൻ. കറിയോ? നിങ്ങൾ പഞ്ചാര കൂട്ടിയല്ലേ തിന്നുന്നത്? ഞാൻ പഞ്ചാര കൂട്ടിയില്ല, പക്ഷെ ഇവൻ കറി ഞാൻ ചെയ്യും. എന്നാ കറി എടുത്ത് ഒരു കൊടുക്കും? മണിയാ സാമ്പാർ എടുക്ക്. സാമ്പാറോ? വളിച്ചതാ. സാരമില്ല, ഒഴിച്ചു കൊടുക്ക്. ഒഴിച്ചോ. ധാരാണ് സ്വാമി. ഇതാണ് ഹരി. അല്ല, ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന ദ്വിമുഖ പ്രതിമയാണ്. ലോക ജനത്തിനു വേണ്ടി മനസമാധാനം വിളമ്പുന്നതാണ്. കണ്ണടച്ചുകൊള്ളൂ. കൊണ്ടുപോടാ. അയ്യോ, കണ്ണില് സാമ്പാർ പോയി. പറ്റുന്നുണ്ട്. എന്റെ സ്വാമി, ഇത് കണ്ടോ സ്വാമി? എന്താണ്? ഈ ദിവ്യമായ ആശ്രമത്തിന് മുമ്പിൽ ഒരു പെണ്ണൊരു ആണും നിന്ന് സംസാരിക്കുന്നു. സാരമില്ല, ഒരു പെണ്ണും ആണുമല്ലേ സംസാരിക്കുന്നത്. അവര് സംസാരിച്ചോട്ടെ, തനിക്കെന്താ? എന്റെ സ്വാമി, ആ ചെറുക്ക് ആ പെണ്ണിന്റെ തോളത്ത് കൈ വെക്കുന്നു. സാരമില്ല, ഒരു പെൺകുട്ടിയുടെ തോളത്ത് ഒരു ആൺകുട്ടിയല്ലേ കൈവച്ചത്. സാരമില്ല. എന്റെ സ്വാമി, ആ ചെറുക്ക് ആ പെൺകുട്ടിനെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് പോയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അവൻ കുത്തുവാളെടുത്ത് നശിച്ച് തെണ്ടി പുഴുപ്പട്ടിയെ പോലെ വെള്ളം ഇറങ്ങാതെ ചാകും. അത് സ്വാമിക്ക് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാന്നോ? അവൻ കയറ്റിക്കൊണ്ട് പോയ പെണ്ണ് എന്റെ പെണ്ണുപിള്ളയാടാ. വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ 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 ഗുരുവേ 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 ഗുരുവേ. ഔട്ട്. വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ. Wow, the dish of the madama. Please sit down, the sofa comfort. What friends know? രോഹിണി പൂജ, അശ്വതി പൂജയൊക്കെ ഇവിടെ നടക്കാറുണ്ട്. നമുക്കൊരു മദാമ പൂജ നടത്തിയാലോ? ശരിയാ. ബാക്കിയുള്ള പൂജ കണ്ട് ഞാൻ മടുത്തു. ഇതാകുമ്പോ ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ പോയി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഞാൻ എടുത്തു തരും ഇഡലിയും വളിച്ച സാമ്പാറും ഒക്കെ. അയ്യോ, എനിക്കിപ്പോ ഇഡലി സാമ്പാറൊന്നും വേണ്ട. പിന്നെ എന്നാ വേണം? എനിക്ക് കുറച്ച് മനസമാധാനം തന്നാ മതി. ഹേ സ്വാമി, ഒരു മതാപൂജ. ഇവനെ പോലെ ഉള്ളവനൊക്കെ ആശ്രമത്തിൽ നിർത്തി എന്റെ കാര്യം കഷ്ടപ്പുക. മദാമ, what's the force of grace? Hey, look. എന്റെ ദൈവമേ, ആരാണ്ട് കയറി വന്നു. മദാമ താഴെ ഇരുന്നോ. Sit down. ഇനി ഇവിടെ ഒരുമിച്ച് ഇരിക്കണ കണ്ടാൽ മതി, നാളെ പത്രത്തിലൊക്കെ വരാൻ. What's the horse? Let's bar
സ്വാമി നമോഭാഗം. ഭജനയ്ക്ക് വന്നതായിരിക്കും. അയ്യോ അല്ല, ഇന്റർവ്യൂവിന് വന്നത്. അതെ, ക്യാമറ ഒക്കെ ഉണ്ട്. ക്യാമറ ഉണ്ടോ? അതെ അതെ. സ്വാമി, ഇത് ഒരുപാട് വിദേശ വനിതകളൊക്കെ ശിഷ്യത്തികളായിട്ടുണ്ടല്ലേ? ഇത് അങ്ങനത്തെ ഒരു ശിഷ്യത്തി ആയിരിക്കും. അത് പറയണ പുറത്ത് പറയാതിരിക്കണെങ്കിൽ പറയാം. ഞാൻ തമ്പാനൂർ സ്റ്റാൻഡിൽ വെച്ച് ഒരു ദിവസം പരിചയപ്പെട്ടതാ. എന്നോട് കോവളത്തിന് വഴി ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തില്ല, നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. ആശ്രമം ആകുമ്പോ ഒരു വിദേശ വനിതയ്ക്ക് ഇരിക്കുന്ന ഒരു മാർക്കറ്റ് അല്ലേ? അതെ അതെ. ഇന്ന് വരെ കോവളത്തേക്ക് വഴി പറഞ്ഞു കൊടുത്തിട്ടില്ല. സ്വാമി, പിന്നെ സ്വാമിനെ തൊട്ടോട്ടെ. സ്വാമിനെ ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് എപ്പോഴാണ്? എന്നെ ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് ഞാൻ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും എന്നെ സ്വാമി 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 എന്ന് പറഞ്ഞു വിളിച്ചു. പിന്നെ മലയ്ക്ക് പോവാ മാലയിട്ട പിന്നെ സ്വാമി എന്നല്ലാണ്ട് പിന്നെ വേറെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നെ ആദ്യമായിട്ട് വിളിച്ചത് അവിടെ വെച്ചാ. പിന്നെ സ്വാമി, ഈ രുദ്രാക്ഷം നമ്മുടെ ടി വിയിലെ കാണുന്ന പോലെ ഈ വസുഗന്ധക രുദ്രാക്ഷം തന്നെയാണോ? അതൊന്നും അല്ലല്ലേ ഇത്. പിന്നെ ഇത് ശരിക്കും പുളിങ്കുരുവാ. പുളിങ്കുരു ചെതലെടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ അതിലൊരു നൂലെ കോർത്ത് കഴുത്തിലിട്ടതാ. ഒറിജിനൽ രുദ്രാക്ഷൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാ? ശരി, ഇത് ഒറിജിനൽ പുലിപ്പല്ലാണോ? പുലിപ്പല്ലോ? നീ പുറത്ത് പറയരുത്. എനിക്ക് ഈ കിഴങ്ങും കടലയൊക്കെ തിന്നു കഴിഞ്ഞാൽ ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഇതാകുമ്പോ വെളുത്തുള്ളി കെട്ടി തൂക്കിട്ടേക്കണം. ഇതാകുമ്പോ ഇങ്ങനെ മണക്കുകയും ചെയ്യാം, ശരി, ഓക്കെ, നല്ല മാർഗം. പിന്നെ സ്വാമി, ഈ അടുത്ത കാലത്ത് സ്വാമിമാർക്കെല്ലാം കഷ്ടകാലമാണ്. ഒരുപാട് സ്വാമിമാരെ പോലീസ് പിടിച്ച് ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്തു. എന്തോ ഒരു സ്വാമിയാരെ പിടിച്ചെന്നറിയാം. അതുപോലെ സ്വാമിനെ പിടിക്കുകയോ ലോക്കപ്പിലിടുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഇന്ന് വരെ. ഇനി ഞാൻ ജയിലിൽ കിടക്കില്ല. ജയിലിൽ കിടന്നിട്ടേ ഇല്ല. ജയിലിൽ കിടക്കുക പോലും കിടക്കൂല. അത്രയ്ക്ക് ദിവ്യശക്തിയാണ് സ്വാമിക്ക്. ദിവ്യശക്തിയല്ല, ഞാൻ മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ സ്വാമി. പിന്നെ സ്വാമി, ഈ സാധാരണ സിനിമാ രംഗത്തും കലാരംഗത്തൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ ഭക്തി. അപ്പൊ ഈ സിനിമാ നടന്മാർക്കാണോ അതോ സിനിമാ നടിമാർക്കാണോ കൂടുതൽ ഭക്തി? നടിമാർക്ക്. അതെന്താണ് സ്വാമി? സംശയമുണ്ടോ? സംശയമുണ്ട്. എന്റെ ബ്ലൂടൂത്ത് ചെക്ക് ചെയ്ത് ശരി, അതല്ല. ഓക്കെ, പോട്ടെ. ഇനി ഭക്തിപരമായ ഒരു ചോദ്യം ചോദിക്കും. അതായത് നമ്മുടെ ഈ ഭൂലോകത്ത് 33 ദൈവങ്ങളുണ്ടെന്നാണ് വൈപ്പ്. ഉണ്ടോ? ഉണ്ട്. അത് ശരി. ഈ 33 ദൈവങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് പൂജക്കുള്ള സമയമായി. അല്ല സ്വാമി, ഇത് പറഞ്ഞിട്ട് പൂജക്കുള്ള സമയമായി. ഇതിന് മുമ്പ് നമുക്ക് പറയാലോ. പൂജ കഴിഞ്ഞില്ല. പൂജ അല്ല, നമ്മുടെ ലൈവ് വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ 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 വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ. സ്വാമി ശല്യപ്പെടുത്തരുത്. ഒരു കാര്യം സംസാരിക്കാനെന്ന്. ശല്യപ്പെടുത്തരുത് സ്വാമി. സാക്ഷാൽ ദൈവവുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് സ്വാമി വന്ദനം. സ്വാമി വന്ദനം. സ്വാമി, എനിക്കൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. ഉണർത്തിച്ചോളൂ. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമി അനുഗ്രഹവും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമി. ശരിയാണ്. ഇവിടെ വരുന്ന നമ്മുടെ ആശ്രിതർക്ക് നാം അവരുടെ സങ്കടങ്ങൾ മാറ്റും, അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ എല്ലാം ചെയ്യാറുണ്ട്. എന്താണ് തന്റെ ആഗ്രഹം? സ്വാമി, ഇപ്പോൾ ഞാൻ സസ്പെൻഷനില്ല. നല്ലൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് ജോലിയിൽ വീണ്ടും തിരികെ പ്രവേശിക്കണം. ഇപ്പോൾ സസ്പെൻഷനിലാണ്. അതെ. നല്ലൊരു കാര്യം ചെയ്ത് ജോലിയിൽ തിരികെ പ്രവേശിക്കണം. എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? നമ്മുടെ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പിനെ ഒന്ന് പിടിക്കാനുള്ള ശക്തിയും ഊർജസും സ്വാമി എനിക്ക് തരണം. ആരെ? സുകുമാരക്കുറുപ്പിനെ പിടിക്കണം. ഞാൻ ആർക്കും പിടി തരില്ലടാ സ്വാമി. പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആരെങ്കിലും അറിയോ? എന്താ കാര്യം? എടോ, എനിക്ക് അത്യാവശ്യമായിട്ട് 1000 രൂപ വേണോടോ പോയി. അതിങ്ങനെ ഇത് തരാം. ഞങ്ങളെ പലിശക്ക് എടുത്തോണ്ട് വന്നിരിക്കുന്ന. എനിക്കും പലിശയ്ക്ക് മതിയടോ പോയി. ഞങ്ങൾ അയാളുടെ കാല് തിരികെ പിന്നെ ഈ കാശ് കിട്ടിയ അറിയാമോ? എനിക്കൊരിടം തീരുമാനമൊന്നും വയ്യ. പലിശ വേണേ കൊടുക്കാം. ആരാന്ന് വെച്ചാൽ ആളെ പറഞ്ഞ നമ്മുടെ ഫൽഗുനൻ ചേട്ടൻ. ഫൽഗുനനോ? പലിശക്ക് പൈസ കൊടുക്കുന്നേ. അതെവിടെടാ വീട്? സെമിത്തേരി മുക്കി ചെന്ന് ഏത് കൊച്ചുകുട്ടിനോട് ചോദിച്ചാലും മതി, ഫൽഗുനൻ ചേട്ടന്റെ വീട് പറഞ്ഞു തരും. സെമിത്തേരി മുക്ക്? അവിടെ ചെന്ന് ചോദിച്ചാൽ മതി. തരോടോ പോയി. പിന്നെ യാതൊരു പണിയില്ലാതെ തേരാപ്പാര അടക്കുന്ന ഞങ്ങൾക്ക് കാശി, പിന്നെ നിനക്ക് തരാതിരിക്കോ? പുള്ളിക്ക് പരിചയമൊന്നും വേണ്ട, പുള്ളിക്ക് പലിശ കിട്ടിയാ മതി. എന്റെ നാമ്പം കിട്ടുകയും ചെയ്യും. അനിയ, സെമിത്തേരി മുക്കുതാണോ? ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഫൽഗുനൻ ചേട്ടന്റെ വീടറിയോ? അറിയാം. ഒന്ന് കാണിച്ചു തരാവോ? ഇവിടെ അടുത്താണോ? പിന്നെ വരാവോ? എങ്ങോട്ടാ? നേരെ. ഇനി എങ്ങോട്ടാ? അങ്ങോട്ട്. അങ്ങോട്ടാണോ?
ഇനി എത്തില്ലയോടാ, കുറെ നേരം ആയല്ലോ കറങ്ങുന്നു. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഇതിലെയോ? ആ എടാ 10-15 കിലോമീറ്റർ ആയല്ലോ, ഇതുവരെ എത്തിയില്ലേ? ഇനി ആ വളവും കൂടെ തിരിഞ്ഞാ മതി. ആ വളവില്ല. വീടെത്തി. ഓ, കിലോമീറ്റർ കുറെ ഓടിയാലെന്ത്, പെട്ടെന്ന് വീട് കണ്ടുപിടിച്ചല്ലോ. ഇതാണല്ലേ ഫൽഗുനൻ ചേട്ടന്റെ വീട്? ഇത് ഫൽഗുണൻ ചേട്ടന്റെ വീടല്ല, ഇത് എന്റെ വീടാ. അപ്പൊ ഫൽഗുനൻ ചേട്ടന്റെ വീടോ? എന്നെ സ്കൂട്ടർ കയറ്റിയില്ലേ സെമിത്തേരി മുക്കില്, തൊട്ടപ്പുറത്തെ വീടാ. ആ മഞ്ഞ പെയിന്റ് അടിച്ച വീടോ? ആ ബൈ ടാറ്റാ താങ്ക് യുടാ. ഹായ് ചേട്ടായിയേ. എന്താണ് രാവിലെ മോന് ഞാൻ ചേട്ടായിയെ നോക്കിയിരിക്കുക. കാര്യം എന്താ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു 1000 രൂപ വേണം. പലിശ എത്രയായാലും കുഴപ്പമില്ല. എന്റെ പൊന്നു ലോലോ, ഞാൻ പലരോടും കടം മേടിച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. എന്തുറപ്പ് തരും? എടാ ചെക്കോ? ഓ അതല്ല, ചെക്ക് ലീഫോ ആധാരോ അങ്ങനെ വല്ല ഉണ്ടാ തരാൻ? പൈസ ഞാൻ അപ്പം തരും. 1000 രൂപയ്ക്ക് എന്തോ ഉറപ്പ് തരാനാ ചേട്ടായി? പിന്നെ അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിൽ പറഞ്ഞ സൽസ്വഭാവിയും സത്യസന്ധനുമായ ചെറുപ്പക്കാരനെ 1000 രൂപ കൊടുത്തൂടെ? മതി. ആ അന്തസ്സും ആഭിജാത്യവും സത്യസന്ധനുമായ ചെറുപ്പക്കാരന് നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് നീ വിട്. ഞാൻ കാശ് അവന് കൊടുത്തോളാം. വല്ല പണിക്കുമ്പോഴാ. അപ്പൊ ഈ പറഞ്ഞതൊന്നും എന്റേതല്ലേ? ലോൺ എന്നോട് മിണ്ടണ്ട. എന്നെ സർക്കസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്നെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയോ? സാം ഇന്നലെ ലീനയെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയി. രാജേഷ് ഇന്നലെ ജയ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയി. എന്നെ സർക്കസ് കാണിക്കാൻ മാത്രം ആരുമില്ല. നിന്നെ സർക്കസ് കാണിച്ചു തരാൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സർക്കസ് കൊള്ളുകയല്ല. അവിടെ മൃഗങ്ങളൊന്നുമില്ല, ഒക്കെ സെൻസർ ചെയ്തു. പിന്നെ എനിക്ക് നന്നായിട്ട് സർക്കസ് കളിക്കാൻ അറിയാം. ഞാൻ ഇന്നലെ ഒരു സർക്കസ് കളിച്ചു, കണ്ടില്ലല്ലോ? ഞാനേ ഇന്നലെ നമ്മുടെ ഗ്രേസിയുടെ വീട്ടിൽ ഗ്രേസിയെ കാണാൻ പോയി. അല്ല, ഗ്രേസി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഗ്രേസിയുടെ വീട്ടിന്റെ അടുത്തുള്ള മരത്തിന്റെ മണ്ടയിൽ കയറിയിരുന്നു. അപ്പൊ വഴിക്ക് തലകുത്തി കറങ്ങി 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 പുതക്കോളം താഴെ വന്ന് വീണു. അപ്പൊ ഗ്രേസിയുടെ അപ്പൻ ചോദിക്കുവാ, നീ എന്നതാടാ ഇവിടെ കിടന്ന് സർക്കസ് കളിക്കുന്നതെന്ന്. അപ്പൻ പേടിച്ചു പോയി. അപ്പൊ ഇന്നലെ വന്നെങ്കിൽ കാണാമായിരുന്നില്ലേ? കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലേ അത് പറഞ്ഞാ മതി, ഞാൻ പോവാ. എങ്ങോട്ടാ? എന്റെ വീട്ടിലേക്ക്. ചെല്ല് ചെല്ല്, അവിടെ ആവുമ്പോ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ. ഇവിടെ ഇരിക്കുകയാണോ? അതെന്റെ ഫ്രണ്ടാ. ആണോ? ആ, കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ? അതെന്താ? അവക്ക് കൊരങ്ങനെ കാണണമെന്ന് പറഞ്ഞു ഒരേ വാശി. ആണോ? എന്നിട്ട് കാണിച്ചോ? താൻ ഇപ്പോഴല്ലേ കയറി വരുന്നേ കൊരങ്ങൻ. അത് പോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ? കൊതിയൻ. ഇതല്ല, നീ എങ്ങനെ ഈ പെണ്ണുങ്ങളെയൊക്കെ വല വീഴ്ത്തുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ? അതിനിച്ചിരി കഴിവൊക്കെ വേണം. ഒന്നാമത്തത് സൗന്ദര്യം വേണം, രണ്ടാമത്തത് പാട്ടറിയണം, പിന്നെ കവിത അറിയണം, പാടാനറിയണം. ചുരുക്കി പറഞ്ഞ ഒരു സർവകലാശാലകനായിരിക്കണം. സർവകലാശാലകനല്ല, സർവകലാബല്ലവൻ. ശരി, അതറിയാല്ലേ? എന്നാ പിന്നെ നിന്നെ ഞാൻ പ്രേമത്തിന്റെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരാം. അടിപൊളി, കാണിച്ചോ? അടിപൊളി, ചെയ്തോ? മനസമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മനസ്സിന്റെ പന്തലിലെ വിരുമുകാരി. ഓ ഏറ്റില്ല, പാട്ടേറ്റില്ല, സാഹിത്യമാവാം. 1000 സ്വപ്നമന്താരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂവാടിയാണ് നീ. ഒരു ഓമൽ കവിത പോലെ, സുന്ദര സ്വപ്നം പോലെ, അഞ്ചന ശില്പം പോലെയാണ്. എവിടെയെങ്കിലും വന്നിരുന്ന വായിൽ നോക്കാൻ വായി നോക്കി. ലോലോ, അപ്പൊ ഇതാണല്ലേ പാഠം ഒന്ന്.